റെവലേഷൻ 17:1 മുതൽ 19:10 വരെ. അതിനകത്ത് വിഷൻ ഓഫ് എ സിറ്റി ഡെപ്പിക്റ്റഡ് ആസ് വുമൺ. രണ്ടാമത്തത് റെവലേഷൻ 19:11 മുതൽ റെവലേഷൻ 21:8 വരെ 4 വിഷൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് ദൈവം അവിടുത്തെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതെന്നും, 2 എങ്ങനെയാണ് മൃതരെ വിധിക്കുക എന്നുള്ളത്, 3 എങ്ങനെയാണ് ക്രിയേഷനെ റിന്യൂ ചെയ്യുക എന്നുള്ളത്, 4 എങ്ങനെയാണ് പുതിയ ജെറുസലത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ 4 കാര്യങ്ങളാണ്, 4 വിഷൻസ് ആണ് അവിടെ ഉള്ളത്. ഇനി മൂന്നാമത്തെ സെക്ഷൻ റെവലേഷൻ 21:9 മുതൽ റെവലേഷൻ 22:9 വരെ. ഇതിനകത്ത് വിഷൻ ഓഫ് അനദർ സിറ്റി, ന്യൂ ജെറുസലം. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട്. ഇനി നമ്മൾ തുടങ്ങുന്നത് റെവലേഷൻ 17:1 മുതൽ. റെവലേഷൻ 17:1 മുതൽ ഒന്ന് വായിക്കാം. 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരുക, സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന മഹാവേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ 17ഉം 18ഉം അധ്യായങ്ങള് ബാബിലോണിന്റെ അന്ത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 17ാം അധ്യായത്തില് സൂചിപ്പിക്കുന്നത് ഒരു ആത്മീയ ബാബിലോണിനെ കുറിച്ചാണെങ്കിൽ 18ാം അധ്യായം ഒരു കമേഴ്സ്യൽ ബാബിലോണിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്പിരിച്വൽ ബാബിലോൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് അത് വ്യാജ ദൈവസങ്കല്പങ്ങളാണ്. അതിനനുസരിച്ചുള്ള ദൈവത്തിൽ നിന്ന് അകന്ന് കൊണ്ടുള്ള ഒരു സംസ്കാരത്തെ കുറിച്ചാണ് അവിടെ പറയുക. റെവലേഷൻ 18 വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെങ്ങനെയാണ് ഭൗതികതയിലേക്ക് കടന്ന് മനുഷ്യ മനസ്സുകളെയും മനുഷ്യ ലക്ഷ്യങ്ങളെയും വികൃതമാക്കുന്നതിനെ കുറിച്ചാണ്. ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ കാണേണ്ടത് ഈ ബാബിലോൺ എന്താണെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് വേശ്യ എങ്ങനെയാണെന്നും മൃഗം എന്താണ് ചെയ്യണമെന്നും ഒക്കെ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത്. അപ്പൊ ബാബിലോണും ജെറുസലത്തിന് ശേഷവും ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ട ഒരു വാക്കാണ്. ഇത് രണ്ടും രണ്ടർത്ഥമുണ്ട്. ബാബിലോൺ എന്നും ഒരു കൺഫ്യൂഷനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ജെറുസലം ആണെങ്കിലോ സമാധാനത്തിലേക്ക് നയിക്കേണ്ടത്. ഈ ബാബിലോണിന്റെ കൺഫ്യൂഷൻ നമുക്ക് ഉൽപ്പത്തിയിൽ കാണാൻ സാധിക്കും. ഈ നിമ്രോദ് മുതലാണ് ഇത് തുടങ്ങിയത്. അവിടെ ബാബേൽ ഗോപുരമാണ് ഉണ്ടാക്കുന്നത്. എന്തിനാണ് അവർ ബാബേൽ ഗോപുരം ഉണ്ടാക്കുന്നത്? അത് നമുക്ക് ഉൽപ്പത്തി 11:4 വായിക്കാം. അവസരം പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറിപ്പോകും. മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും. അവർ ചെയ്യാനിരിക്കുന്നതിന്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. ഇവര് ഇവിടെ നിൽക്കുന്ന, എന്നിട്ട് ആ വാക്ക് കണ്ടില്ലേ, പ്രശസ്തി നിലനിർത്താം. ഇവരുടെ മനസ്സിലുള്ളത് ഇവരുടെ പ്രശസ്തിയാണ്, ദൈവ മഹത്വമല്ല അവര് അവിടെ ഇതിലൂടെ കൊണ്ടുവരുന്നത്. ഈ ഗോപുരത്തിലൂടെ കൊണ്ടുവരുന്നതിന് പിന്നെ ഒരു വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നുള്ളതാണ്, ഇവർ ഇത് പണിത് മോളിൽ ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് സൂര്യനെയും അതുപോലെ തന്നെ നക്ഷത്രങ്ങളെയെല്ലാം ആരാധിക്കണം. കാരണം അങ്ങനെ ആരാധിക്കുമ്പോൾ അവർക്ക് അതിലൂടെ കുറെ പവർ കിട്ടും. ആ പവർ ആണ് റിലീജിയൻ എന്ന് വിചാരിക്കത്തക്ക വിധത്തിൽ
മുന്നോട്ട് പോകുമ്പോൾ അവർ നിഷേധിക്കുന്നത് ഏകദൈവത്തെയാണ്. ഇവിടെയാണ് ഈ ബാബിലോൺ തുടർന്ന് ഇന്ന് വരെ എത്തുന്നത്. എന്തുണ്ടാക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും അത് ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ടാണോ അതോ സ്വന്തം മഹത്വത്തിന് വേണ്ടിയാണോ? അത് ആധ്യാത്മികതയുടെ പേരിലാണെങ്കിൽ പോലും അത് വാസ്തവത്തിൽ ആധ്യാത്മികതയല്ല. അതൊരു സ്വാർത്ഥ ലാഭം കണ്ടുകൊണ്ട് തന്നെ ചെയ്യുന്ന ചില മുഖമൂടിയാണ്. ഈ മുഖമുടിയെ കുറിച്ചാണ് കൂടുതൽ ഈ ആദ്യത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്. പിന്നെ എപ്പോഴും റിലീജിയൻ തുടങ്ങി അത് പിന്നെ മെറ്റീരിയലിസത്തിലേക്ക് കടക്കുന്നത് ചരിത്രം അതിന് സാക്ഷിയാണ്. അതിന്റെ അവസാനത്തെ കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ലോകത്തെ ഒന്ന് അതിക്കൂടെ നോക്കാം. ഇവര് കണ്ടില്ലേ, ഇവരെന്താ ചെയ്യുന്നത്? അവർ ഒരു ജനതയാണ്. ഇതാണ് ഒരു ജനത, ഒരു ഭാഷ, ഇപ്പോഴുള്ള ഒറിജിനൽ റിലീജിയൻ, ജീസസിന്റെ വന്നിട്ടുള്ള സ്പിരിച്വാലിറ്റി. അതിന് നേരെ ഓപ്പോസിറ്റ് ആകണം. ആ ഓപ്പോസിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൽ കുറച്ച് പവർ വേണം. അപ്പൊ ആ പവറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പിശാചാണ്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. ഇതാണ് ഇതിന്റെ ഒരു സൈഡ്. ഇനി നമുക്ക് കാണാനുള്ളത് ഇതാണ്. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഈ ബാബിലോൺ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ഇനി അടുത്ത് കാണേണ്ടത് ആരാണ് ഈ വേശ്യ എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്കൊരു അടിസ്ഥാനപരമായ ഉത്തരം കിട്ടേണ്ടത്. അതിന് യോഹന്നാൻ തന്നെ ഉത്തരം നൽകുന്നുണ്ട്. റെവലേഷൻ 17:18 വായിക്കും. നീ കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അധീശത്വമുള്ള മഹാനഗരമാണ്. എന്താണ് വേശ്യ? ഒരു നഗരമാണ്. ആ നഗരം ഏതാണ്? ജെറുസലം. വേശ്യ എന്ന് പറയുമ്പോൾ അവിശ്വസ്ത എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഈ അവിശ്വസ്തത എങ്ങനെയാണ് ഇത് നടത്തിയത്? അതിന് റെവലേഷൻ 11:8 ഒന്ന് വായിച്ചു നോക്കും. സോതോം എന്നും ഈജിപ്ത് എന്നും പ്രതീകാർത്ഥത്തിൽ വിളിക്കുന്ന മഹാനഗരത്തിന്റെ തെരുവിൽ അവരുടെ മൃതദേഹം കിടക്കും. അവിടെ വെച്ചാണ് അവരുടെ നാഥൻ ക്രൂശിക്കപ്പെട്ടത്. ഈ പറയുന്ന വേശ്യ എന്ന് പറയുന്നത് ജെറുസലമാണ്. ഇനി നമുക്ക് ഒന്നും കൂടിയും അടുത്ത ഒരു വചനത്തിലൂടെ കാര്യം മനസ്സിലാക്കാം. വെളിപാട് 16:19. ജനതകളുടെ പട്ടണങ്ങൾ നിലംപതിച്ചു. തന്റെ ഉഗ്രക്രോധത്തിന്റെ ചഷകം മട്ടുവരെ കുടിപ്പിക്കാൻ വേണ്ടി മഹാബാബിലോണിനെ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു. അതേതാണ്? ജെറുസലം. ഇനി റെവലേഷൻ 17:8 നമ്മൾ പറഞ്ഞുല്ലോ. ഈ ജെറുസലത്തിന് ശരിക്കും വലിയ ആധ്യാത്മിക അധികാരം ഉണ്ടായിരുന്നു. ഈ ആധ്യാത്മിക അധികാരം ആദാമിന് കിട്ടിയ ആധ്യാത്മിക അധികാരമാണ്. ആ ആധ്യാത്മിക അധികാരമാണ് ആദാം നഷ്ടപ്പെടുത്തി അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടികളിൽ ഏർപ്പെട്ടത്. ആ ഉടമ്പടി ആരിലാണ് ഇരിക്കുന്നത്? ഇസ്രായേലിലാണ് ഇരിക്കുന്നത്, ജെറുസലത്തിനാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ ഉടമ്പടിക്ക് അനുസരിച്ച് അവർ വളരാതെ അതിനെ തിരസ്കരിച്ച് വഴി മാറിപ്പോകുന്നതിനാണ് വേശ്യവൃത്തി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് തുടങ്ങി അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റാന്ന് നോക്കാം. ഏഷ്യ 1:21. നഗരം വേശ്യയായി തീർന്നത് എങ്ങനെ? നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന അവളിൽ ഇന്ന് കൊലപാതകികളാണ് വസിക്കുന്നത്. ഇനി എസെക്കിയേൽ 16 ഒന്ന് വായിക്കാം. കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജെറുസലേമിനെ അവളുടെ മ്ലേച്ഛതകൾ ബോധ്യപ്പെടുത്തുക. ദൈവമായ കർത്താവ് ജെറുസലേമിനോട് അരുളി ചെയ്യുന്നു, പിതൃദേശവും ജനന സ്ഥലവും കാനാനാണ്. ഇനി എസെക്കിയേൽ 16:8-11 വരെ വായിക്കും. ഞാൻ വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നിന്നെ നോക്കി, നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എന്റേതായി തീർന്നു. ഇനി എസെക്കിയേലിന്റെ 16:14-15 വരെ വായിക്കും. സൗന്ദര്യം കൊണ്ട് നീ ജനതകളുടെ ഇടയിൽ പ്രശസ്തയായി. എന്തെന്നാൽ ഞാൻ നൽകിയ കാന്തി അതിന് പൂർണ്ണത നൽകി.
ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു, നിന്റെ കീർത്തിയുടെ ബലത്തിൽ നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. ഇനി എസെക്കിയേൽ 23:19. എന്നിട്ടും ഈജിപ്തിൽ വ്യഭിചാരവൃത്തി നടത്തിയ യൗവനകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് അവൾ കൂടുതൽ കൂടുതൽ വ്യഭിചരിച്ചു. പിന്നെ എസെക്കിയേൽ 23:25. ഞാൻ എന്റെ രോഷം നിന്റെ നേരെ തിരിച്ചുവിടും. അവർ നിന്നോട് ക്രോധത്തോടെ വർത്തിക്കും. അവർ നിന്റെ മൂക്കും ചെവികളും മുറിച്ചു കളയും. നിന്നിൽ അവശേഷിക്കുന്നവർ വാളിനിരയാകും. നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ പിടിച്ചെടുക്കും. അവശേഷിക്കുന്നവർ അഗ്നിക്കിരയാകും. ഈ സംഭവമാണ് ജെറുസലത്തിന് അവസാനം സംഭവിച്ചത്. അതായത് അഗ്നിക്ക് ഇരയാകും. അത് എന്തുകൊണ്ടാണ്? ഇതുപോലെ തന്നെയാണ് ലോകവും അവസാനിക്കാൻ പോകുന്നത്. അഗ്നി കൊണ്ടാണ് ലോകം അവസാനിക്കാൻ പോകുന്നത്. 1 കൊരിന്തോസ് 3:13 വായിക്കൂ. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. 2 പത്രോസ് 3:12. ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമ ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. വെളിപാട് 9:18. അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 മഹാമാരികൾ മൂലം മനുഷ്യരിൽ 1/3 ഭാഗം മൃതരായി. ഇങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്. ഇനി നമുക്ക് എസെക്കിയേൽ 23:31 മുതൽ 33 വരെ വായിക്കാം. നീ നിന്റെ സഹോദരിയുടെ പാതയിൽ ചരിച്ചു, അതുകൊണ്ട് അവളുടെ പാനപാത്രം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിന്റെ സഹോദരിയുടെ കുഴിയും വട്ടവും ഉള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ചു നീ പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യും. അതിൽ വളരെയേറെ കുടിക്കാനുണ്ട്. ഭീതിയുടെയും ശൂന്യതയുടെയും പാനപാത്രത്തിൽ നിന്ന്, നിന്റെ സഹോദരിയായ സമരിയായുടെ പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് ഉന്മത്തതയും ദുഃഖവും കൊണ്ട് നീ നിറയും. ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് വെളിപാട് 17:6 വായിക്കാൻ പറ്റും. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിന്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തയായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. ഇതാണ് ഈ ജെറുസലത്തിലാണ് ഈ മാർട്ടിടം ഉണ്ടായിട്ടുള്ളത്. മാർട്ടിടം ഉണ്ടാവാൻ കാരണക്കാരാരാണ്? ഈ പറയുന്ന ഉടമ്പടി ലംഘിക്കുന്നവരിലൂടെയാണ് വന്നിട്ടുള്ളത്. ഇനി എസെക്കിയേൽ 23:30 വായിക്കാം. നീ ജനതകളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും അവരുടെ വിഗ്രഹങ്ങളാൽ മലിനയാക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇവയെല്ലാം നിന്നോട് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ഹോസിയ 1:2 വായിക്കാം. ഹോസിയ വഴി കർത്താവ് നൽകിയ സന്ദേശത്തിന്റെ തുടക്കം. അവിടുന്ന് അരുളി ചെയ്തു, നീ പോയി ഒരു വേശ്യയെ വിവാഹം ചെയ്ത് അവളിൽ നിന്നും മക്കളെ നേടുക. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ അവിശ്വസ്തതയെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. കപട ഭക്തിയിലേക്ക് പോകുമ്പോൾ വരുന്നതാണ് ഈ അവിശ്വസ്തതയുടെ ഒരു രൂപമാണത്. ഇതാണ് നമ്മൾ ഇതിന്റെ അന്തരം മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇനി ഒരു അന്തരം മനസ്സിലാക്കാനുള്ള, ഇതിനകത്ത് മൃഗവും വേശ്യയും തമ്മിൽ വ്യത്യസ്തമാണ്. മൃഗം ഒന്നാണ്, വേശ്യ വേറെ ഒന്നാണ്. ഇത് പലരും കൂട്ടിക്കലർത്തുന്നുണ്ട്. അത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഇത് കൂട്ടിക്കലർത്തുന്നവരുടെ മനസ്സിൽ നിന്നുള്ളതാണ്. നമുക്കിവിടെയുള്ള 3 കാര്യങ്ങളാണ് ഈ പറയുന്ന അധ്യായത്തിലും ഈ മൊത്തം വെളിപാടിലും മനസ്സിലാക്കുന്നത്. കുഞ്ഞാട്, വേശ്യ, മൃഗം. 3 കാര്യങ്ങളാണ് നമുക്ക് വെളിപാടിന്റെ പുസ്തകത്തിൽ, പ്രത്യേകിച്ച് ഈ അധ്യായത്തിൽ കാണാൻ പറ്റുന്നത്. കുഞ്ഞാട് എല്ലാവർക്കും അറിയാം, അത് നമ്മുടെ കർത്താവാണ്. വേശ്യ ജെറുസലമാണ്. മൃഗം എന്ന് പറയുന്നത് റോമൻ എംപയർ ആണ്. ഇത് ഇങ്ങനെ കൃത്യമായിട്ട് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാലാണ് വേറെ ഒന്നിലേക്ക് ഇത് ആരോപിക്കാൻ പറ്റാതെ വരുന്നത്. ചരിത്രപരമായിട്ട് തന്നെ കാണണം. അതായത് 5 സീസർമാര് കഴിഞ്ഞുപോയി. ഇപ്പോൾ ഒരു സീസർ ഉണ്ട്. ഇനി ഒരു സീസർ വരാനുണ്ട്. ഇനി
അവസാനം ഒരെണ്ണുണ്ട്, അത് അന്തിക്രിസ്തുവാണ്. 5+1+1. 5 സീസർ, 1 ഇപ്പിയുള്ള റൂളിങ്, പിന്നെ ഒരാൾ വരാനുണ്ട്. പിന്നെ ഈ ബീസ്റ്റാണ് ജെറുസലത്തെ അന്ന് ഇല്ലാതാക്കിയത്. അതാണ് ഫയർ കൊണ്ട് നടന്നത്. ഇനി ഇതിന്റെ അപ്ലിക്കേഷൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുണ്ട്. ആ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുന്നത് ഈജിപ്റ്റ് കടന്നുപോയി, അസീറിയ കടന്നുപോയി, ബാബിലോൺ കടന്നുപോയി, പേർഷ്യ കടന്നുപോയി, ഗ്രീസ് കടന്നുപോയി, റോം കടന്നുപോയി. ഭാവിയിൽ ഒരു സംവിധാനം ഉണ്ടാകും. അതിന്റെ റൂളിംഗ് ടൈം കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. 5 രാജ്യങ്ങള് ഇസ്രായേലിനെതിരായിരുന്നത് കടന്നുപോയി. ഈജിപ്റ്റ്, അസീറിയ, ബാബിലോണിയൻ, പേർഷ്യ, ഗ്രീസ്, റോം. ഇനി 10 എണ്ണത്തിന്റെ ഒരു കോൺഫെഡറേഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ 10ന്റെ സംഖ്യ കാണുന്നത്. അവര് കുറച്ച് നാള് ഭരിക്കും. അവരിൽ അന്തിക്രിസ്തു ഉണ്ടാവും. അവരും തട്ടിമറിച്ച് പിന്നെ അന്തിക്രിസ്തു ഭരിക്കും. അത് ഫ്യൂച്ചർ. അതെങ്ങനെ ഉണ്ടാവും, എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു വ്യക്തത ഉണ്ടാവുമ്പോഴാണ്, ഈ 3ഉം വേറെ വേറെയാണെന്ന് കൃത്യമായിട്ട് പഠിക്കുമ്പോഴാണ് പക്വതയില്ലാത്ത കുറ്റാരോപണത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമ്മൾ വിമോചിതരാവുള്ളൂ. പറയുന്ന മുഴുവൻ അവിശ്വസ്തതയുടെ ഉടമ്പടിയുടെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ ഈ വേശ്യ എന്ന് പറയുന്നത് ജെറുസലമാണ്. ഇനി ലിറ്ററൽ വ്യാഖ്യാനമാണ് നേരത്തെ പറഞ്ഞ കാര്യം. അതായത് ബൈബിളിൽ രണ്ട് പദങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ബാബിലോൺ, ജെറുസലം. ജെറുസലം എന്നും നിലനിൽക്കുന്നത് ഇതിന്റെ ഒറിജിൻ പീസിന് വേണ്ടിയിട്ടാണ്. അത് ദൈവത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ജെറുസലം തന്നെ അവിശ്വസ്തത കൊണ്ട് വേശ്യയായി മാറുന്നു. മറ്റത് എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടും വേറെ വിധത്തിലാണ്. ഇനി ഇതുകൊണ്ട് തന്നെയാണ് BC 539 ഒക്ടോബർ 12 ഈ പറയുന്ന ബാബിലോൺ എന്നേക്കും ഇല്ലാണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഈ ബാബിലോണിനെ പുനരുദ്ധരിക്കാനുള്ള ശ്രമങ്ങൾ അടുത്ത കാലത്ത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1990കളിൽ സദാം ഹുസൈനാണ് ഈ പണി ചെയ്തത്. ആ പുള്ളി ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നബുക്കദ്നേസർ ആയിരുന്നല്ലോ ബാബിലോണിന്റെ രാജാവ്. ആളുടെ കോയിന്റെ ഒരു സൈഡില് അവിടുത്തെ കറൻസി കോയിന്റെ ഒരു സൈഡില് ആളുടെ ഫിഗറും ഇത് സദാം ഹുസൈന്റെ ഫിഗറും മറ്റേ സൈഡില് നബുക്കദ്നേസറിന്റെ രൂപം വെച്ചു. അതെന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞ സമ്പൽ സമൃദ്ധിയുടെ ഒരു ദേശമായിരുന്നു, വേൾഡ് വണ്ടേഴ്സിലെ ഒന്നായിരുന്നു, ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ബാബിലോൺ. ആ സമ്പൽ സമൃദ്ധിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആർക്കിയോളജിക്കൽ എവിഡൻസോടുകൂടി ഇത് എവിടെയായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയത് ഇറാഖിന്റെ അടുത്താണല്ലോ ഉള്ളത്. ആ നബുക്കദ്നേസറിന്റെ പാലസിന്റെ ഫൗണ്ടേഷനിലാണ് സദാം ഹുസൈൻ ആളുടെ പാലസ് പണിയാൻ ശ്രമിച്ചത്. ഇനി വീണ്ടും ഒരു ബാബിലോൺ ഉണ്ടാകാം. അതെങ്ങനെ ഉണ്ടാകും എന്ന് നമുക്കറിയില്ല. അത് വരാൻ പോണ കാര്യം ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ട. പക്ഷെ ഈ ബാബിലോൺ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എന്ന് വേണമെങ്കിലും ഉണ്ടാവാം. അവിടെയാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. 2 തലം. ഒന്ന് ഫാൾസ് റിലീജിയനിലേക്കുള്ള അട്രാക്ഷൻ, 2 ആ റിലീജിയൻ വഴി മണി ഉണ്ടാക്കാനുള്ള രീതികള്. ഇത് രണ്ടും ലൈവാണ് ഇന്നും. ഭാവിയിൽ ചരിത്രപരമായി ഉണ്ടായ കാര്യവും വരാൻ പോകുന്ന കാര്യമൊക്കെ അതൊരു പൊതുതലത്തിലാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ഭാഗം ഞാൻ എന്നുള്ള വ്യക്തി വായിക്കുമ്പോൾ എന്നിൽ ബാബിലോൺ വളരുന്നുണ്ടോ അതാണ് നോക്കണ്ടോ. ഇതേപോലെ ഓരോരുത്തരും നോക്കുകയാണെങ്കിൽ ഈ ബാബിലോൺ ഉണ്ടാവില്ല. ഇതാണ് ഇതിന്റെ ഒരു പിക്ചർ ഓഫ് ബാബിലോൺ ആൻഡ് പിക്ചർ ഓഫ് ജെറുസലം. ജെറുസലത്തിന്റെ ഒറിജിനൽ കോളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അത് വേശ്യയായി മാറുന്നു. ദൈവത്തിന്റെ പദ്ധതികൾ ഒരിക്കലും സ്വീകരിക്കാത്തതും അതേ പദത്തിന് അർഹതയുണ്ട്.
കാരണം മനുഷ്യകുലത്തിന്റെ സൃഷ്ടിയുടെ ലക്ഷ്യത്തിൽ നിന്നേ മാറ്റി വേറൊരു ദിശയിലേക്ക് മാറുമ്പോ വേറെ എന്തെന്നാ അതിനെ പറയാ? അതാണല്ലോ നമ്മള് 1 കൊരിന്തോസ് 6:16 1 കൊരിന്തോസ് 6:17 വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാവും. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? പിന്നെ 1 കൊരിന്തോസ് 6:17 എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏകാത്മാവായി തീരുന്നു. ബാബിലോൺ ആദ്യമേ അതിലാണ്. ജെറുസലം ഓരോ പ്രാവശ്യം തിരിച്ചു വന്നിട്ടും വീണ്ടും അതിലേക്കാണ് പോകുന്നത്. അപ്പൊ ഒന്ന് പെർമനന്റ്ലി ആ റൂട്ടിൽ കൂടെ പോകുന്നു, ഒന്ന് വീണ്ടും വീണ്ടും. ഇത് ഒരു ഫാക്റ്റ് ആണ്. നമ്മൾ കാണുന്ന ലോകത്തും നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിലും ഈ ഒരു പദം ഇവിടെ സെക്ഷുവൽ കൊണോട്ടേഷൻ അല്ല. ഇവിടെയുള്ളത് അൺഫെയ്ത്ത്ഫുൾനെസിന്റെ ഡെപ്ത് പുറത്തു കൊണ്ടുവരാനാണ് ഈ ഒരു പദം ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇതെടുത്ത് സെക്ഷൽ ഇമോറലിറ്റി ഇവിടെ ഒരു ചർച്ചാ വിഷയമേ അല്ല. വെളിപാടിന്റെ ഈ ഭാഗത്തെ ദൈവിക ദർശനം എടുക്കുമ്പോൾ ഇവിടെ ദൈവബന്ധത്തിൽ നിന്ന് അകലുന്നതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതും നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടാകണം. അല്ലാണ്ട് ഇതെടുത്ത് ഈ ഒരു കാര്യത്തെ വ്യാഖ്യാനിക്കാനുള്ളതല്ല. അത് അതിന്റെ ഒക്കെ ഔട്ട്കം ആയിട്ട് വരും. ദാറ്റ് ഈസ് ബൈ പ്രൊഡക്റ്റ്. ബട്ട് മെയിൻ തിങ് ഈസ് അൺഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്.